ജെറമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 43-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവമായ കർത്താവ് പറയാൻ ഏൽപ്പിച്ച കാര്യങ്ങൾ ജെറമ്യ ജനത്തെ അറിയിച്ചു. അപ്പോൾ ഹോശായയുടെ മകൻ അസറിയായും കരേയായുടെ മകൻ യോഹനാനും അഹങ്കാരികളായ മറ്റുള്ളവരോട് ചേർന്ന് ജെറമ്യായോട് പറഞ്ഞു, നീ വ്യാജമാണ് പറയുന്നത്. ഈജിപ്തിൽ വസിക്കാൻ പോകരുതെന്ന് പറയാൻ നമ്മുടെ ദൈവമായ കർത്താവ് നിന്നെ അയച്ചിട്ടില്ല. ഞങ്ങൾ കൽദായരുടെ കൈകളിൽ അകപ്പെട്ട് വധിക്കപ്പെടുന്നതിനോ അവർ ഞങ്ങളെ ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോകുന്നതിനോ വേണ്ടി നേരിയായുടെ മകൻ ബാറൂക്ക് നിന്നെ പ്രേരിപ്പിക്കുന്നു. യൂദാദേശത്ത് വസിക്കണമെന്നുള്ള കർത്താവിന്റെ കൽപ്പന കരേയായുടെ മകൻ യോഹനാനും പടത്തലവന്മാരും ജനവും അനുസരിച്ചില്ല. ജനത്തിന്റെ ഇടയിൽ ചിതറിപ്പോയതിനു ശേഷവും വീണ്ടും യൂദാദേശത്ത് താമസിക്കാൻ തിരിച്ചെത്തിയ യൂദായുടെ അവശിഷ്ട വിഭാഗത്തെ പുരുഷന്മാർ, സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ, രാജകുമാരിമാർ സേനാധിപനായ നെബൂസരദാൻ, ഷാഫാന്റെ മകനായ ഹിക്കാമിന്റെ മകൻ ഗദാലിയായെ ഏൽപ്പിച്ചിരുന്നവർ എന്നിവരെയും ജെറമ്യ പ്രവാചകനെയും നേരിയായുടെ മകൻ ബാറൂക്കിനെയും കരേയായുടെ മകൻ യോഹനാനും പടത്തലവന്മാരും ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. അവർ കർത്താവിന്റെ വാക്ക് കേൾക്കാതെ ഈജിപ്തിൽ തഹ്പൻഹെൻസിൽ എത്തി. കർത്താവ് ജെറമ്യായോട് തഹ്പൻഹെൻസിൽ വെച്ച് അരുളിച്ചെയ്തു, നീ വലിയ കല്ലുകൾ എടുത്ത് യൂദയിലെ ആളുകൾ കാണുകെ തഹ്പൻഹെൻസിൽ ഫറവോയുടെ കൊട്ടാരത്തിന്റെ പടിവാതിൽക്കലുള്ള കൽപ്പടവിൽ കളിമണ്ണിൽ പൂഴ്ത്തിവെക്കുക. അനന്തരം അവരോട് പറയണം, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ ദാസനായ ബാബിലോൺ രാജാവ് നബൂഖദ്നേസറിനെ ഞാൻ ഇവിടെ വിളിച്ചു വരുത്തും. ഞാൻ ഒളിച്ചുവെച്ച കല്ലുകളിന്മേൽ അവൻ തന്റെ സിംഹാസനം ഉറപ്പിക്കും. അവയുടെ മേൽ തന്റെ രാജകീയ വിധാനം വിവരിക്കും. അവൻ വന്ന് ഈജിപ്തിനെ തോൽപ്പിക്കും. പകർച്ചവ്യാധിക്ക് വിധിക്കപ്പെട്ടവരെ പകർച്ചവ്യാധിക്കും, പ്രവാസത്തിലുള്ളവരെ പ്രവാസത്തിനും വാളിനുള്ളവരെ വാളിനും ഏൽപ്പിക്കും. ഈജിപ്തിലെ ദേവന്മാരുടെ ക്ഷേത്രങ്ങൾക്ക് അവൻ തീവയ്ക്കും. ദേവന്മാരെ ചുട്ട ചാമ്പലാക്കുകയോ കൊള്ളയടിക്കുകയോ ചെയ്യും. ഇടയൻ തൻ കമ്പിളിയിൽ നിന്ന് കീടങ്ങളെ അകറ്റുന്നത് പോലെ ഈജിപ്ത് ദേശത്തെ അവൻ ശുദ്ധീകരിക്കും. എന്നിട്ട് നിർബാധം അവിടെ നിന്ന് പോകും. അവൻ ഈജിപ്തിലെ സൂര്യക്ഷേത്രത്തിന്റെ സ്തൂപങ്ങൾ തകർക്കും. അവരുടെ ദേവന്മാരുടെ ക്ഷേത്രങ്ങൾ അഗ്നിക്കിരയാകും.